ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പച്ചമുളക് രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് മല്ലിയിലയുടെ തണ്ടാണ്. നമ്മുടെ രണ്ട് കൈ വിരലുകൊണ്ട് മുറിക്കാൻ പറ്റുന്ന കട്ടി കുറഞ്ഞ തണ്ട് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ രസം ഉണ്ടാക്കുമ്പോഴും മസാല എന്തെങ്കിലും തോരൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് അരച്ച് ചേർക്കാവുന്നതാണ്. നമ്മുടെ എരിവിന് ആവശ്യമായ പച്ചമുളക്, 3-4 കറിവേപ്പില, കുറച്ച് പുളി. അത് പിഴിഞ്ഞൊഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ ഇട്ട് അടിച്ചാൽ അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുന്നതാണ്. ചുമന്നുള്ളി, ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ജീരകം, കുറച്ച് ഉപ്പ്, ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്ക് അടിച്ചെടുത്ത് കൊണ്ടുവരാം. നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് രസത്തിന് വെച്ച വെള്ളം ഇവിടെ നല്ലോണം തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇതിനായിട്ട് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിൽ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ എൽജിയുടെ കായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ശകലം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ രസം റെഡിയായി. ഇനി നമുക്ക് കടുക് വറുത്തിടാം. ചട്ടി വെച്ച് ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക, അതിലാണ് ടേസ്റ്റ്. കറിയിലേക്ക് ഒഴിച്ച് രസത്തിലേക്ക് നമ്മുടെ നമുക്കിനി അടച്ചു വെക്കാം.